ഇനി ഒരു രഹസ്യം ഞാൻ പറയും. ഈ സാധാരണ എല്ലാവരും ഈ ഗോസിനെ കാണുമെന്ന് പേടിച്ച് നടക്കുകയാണ്. പക്ഷേ ഞാൻ ഈ കാണണമെന്നും പറഞ്ഞ് നടക്കുകയാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. കാരണം ഒന്ന്, ഈ ഗോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലും ടൈം സ്ലിപ്പാണ്. അതായത് പണ്ട് നടന്ന ഒരു കാര്യം നമ്മളിപ്പോൾ കാണുന്നു. അല്ല, ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഇത് സംഭവിച്ചിട്ടില്ല, ഞാൻ തിയററ്റിക്കലായിട്ട് പറയാണ്. പക്ഷെ ഒരു ദിവസം രാത്രി ഞാൻ വെളിയിൽ ഇറങ്ങി നിൽക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരു രൂപം കണ്ടു എന്ന് വിചാരിച്ചു. അപ്പോൾ ആ രൂപം യഥാർത്ഥ ടൈം സ്ലിപ്പാണെങ്കിൽ ഇപ്പോൾ ചുറ്റുപാടുമൊന്നും ഇപ്പോഴത്തെ പോലെ ആയിരിക്കത്തില്ല. ഇപ്പോൾ 200 വർഷം മുമ്പ് ഇവിടെ ജീവിച്ച ഒരാളുടെ രൂപമാണ് ഞാൻ കാണുന്നതെങ്കിൽ ഈ ചുറ്റുപാട് 200 വർഷം മുമ്പ് എങ്ങനെയിരുന്നു അതുപോലെ ആയിരിക്കും ഞാൻ കാണുന്നത്. പരിസരവും അതനുസരിച്ച് മാറും. അതാണ് എൻ്റെ ടെസ്റ്റ്. അപ്പം അങ്ങനെ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ശ്രമിക്കുന്നത് ഇയാളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനാണ്. സാധാരണഗതിയിൽ അയാൾ നമ്മളെ കാണത്തില്ല. മിക്കവാറും ഒരു സംഭവമായിരിക്കും നമ്മൾ കാണുന്നത്. ആഗ്രഹിച്ചാൽ നടക്കണമെന്നില്ല. നമ്മൾ സൈക്കിക് ആണെങ്കിലേ നടക്കുള്ളൂ. ഞാൻ സ്വല്പം സൈക്കിക്കാണ്, പക്ഷെ കൂടുതൽ സൈക്കിക്കല്ല. അപ്പോൾ കേട്ടിട്ടുണ്ട്, I don't know if it is true, that you, as a part of your study, you connected with somebody in Sri Lanka when that person was dying or having some problem, and then ഞാൻ പലരുമായിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ശ്രീലങ്കയിലുള്ള ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അതുപോലെ എല്ലാ ഡിസംബർ 31 രാത്രി മെഡിറ്റേഷൻ ഇരിക്കുന്നു. പണ്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. അത് നിർത്തി. അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല. അത് ടൈം ട്രാവൽ എന്ന് പറയുന്ന ഒരു ടൈം മെഷീൻ എന്ന് പറഞ്ഞൊരു നോവലൊക്കെ ഉണ്ട്. അതായത് നമുക്ക് നമ്മുടെ തന്നെ ഫ്യൂച്ചർ സെൽഫ് ഇൻട്രാക്ട് ചെയ്യാം എന്നൊരു തിയറിയാണ്. അതിന് നമ്മളൊരു പ്രത്യേക ഡേറ്റും സമയവും വെച്ച്, അതായത് ഡിസംബർ 31 അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ, എല്ലാ അങ്ങനെയുള്ള ദിവസവും ഒരു കൃത്യ സമയത്ത് നമ്മുടെ ഫ്യൂച്ചർ സെൽഫുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ഉള്ള എക്സ്പെരിമെൻറ്റ്സൊക്കെ ഞാൻ മുമ്പ് ശ്രമിച്ചിരുന്നു. ഇപ്പോൾ ഇല്ല. പലരും തെറ്റിദ്ധരിക്കുന്ന പോലെ അങ്ങനെ വലിയ സ്പെക്ടാക്കുലറായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും എനിക്കുണ്ടായിട്ടില്ല. എന്തെങ്കിലും തരത്തിലൊരു പാരാനോർമൽ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഒരു ശബ്ദമാണ്, ഒരു കാഴ്ചയാണ്? അല്ല, അത് ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ ഒരു പക്ഷി ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ആ പക്ഷിയെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പക്ഷി തിരിഞ്ഞു നോക്കി അങ്ങ് പറന്നു പോകും. നേരം പറഞ്ഞ് ഞാൻ പക്ഷിയെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് എന്നെ ശ്രദ്ധിക്കത്തില്ല, അത് അവിടെ തന്നെ ഇരിക്കും. ഞാൻ എൻ്റെ അടുത്തൂടെ അങ്ങ് നടന്നു പോകും. അപ്പോൾ നമ്മൾ ഒരു പട്ടിയെയോ പൂച്ചയെയോ പക്ഷിയെയോ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് സെൻസ് ചെയ്യും. അത് ടെലിപ്പതിയാണ്. പിന്നെ ഒരു പൂച്ച ഇങ്ങനെ ഒരു മതിലിൽ ഇങ്ങനെ സാധാരണ ഇരിക്കും ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ. അപ്പം ഞാൻ ദിവസം അതിനെ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി അത് രാവിലെ എന്നെ കാണുന്ന ഉടനെ മ്യാവും എന്ന് പറയും. അതിൻ്റെ ഭാഷയിലുള്ള ഗുഡ് മോർണിംഗ് ആണ്. അപ്പോൾ ചില ദിവസം ഞാൻ ദൂരെ നിന്ന് എത്തുമ്പോഴേ അത് തിരിഞ്ഞു നോക്കി ഞാൻ അടുത്തെത്തുമ്പം മ്യാവും എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ സൈക്കിക് എക്സ്പീരിയൻസ് ആണ്. സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്കുള്ള ചോദ്യമാണ്, ഈ നമ്മുടെ ചലച്ചിത്രങ്ങളിലൊക്കെ ഈ ഭൂതപ്രേതാദികളെയൊക്കെ എപ്പോഴും പോർട്രേ ചെയ്യുന്നത് മറ്റേ രാത്രിയാകുമ്പോൾ വെള്ളസാരി എടുത്ത് മുടി അഴിച്ച് നടക്കുന്ന യക്ഷിയായിട്ടാണ്. അത് ഈ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ പാരാസൈക്കോളജി, പാരാനോർമൽ എക്സ്പീരിയൻസിനെ ജനങ്ങൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കും. അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അല്ല, ഈ കൺസെപ്റ്റ് എല്ലാം ഡെവലപ്പ് ചെയ്തത് ചില സോഷ്യൽ റിക്വയർമെൻ്റ് അനുസരിച്ചാണ്. ഇതെനിക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ യക്ഷി സങ്കല്പം, പിന്നെ ഒടിയൻ സങ്കല്പം, ഇതൊക്കെ ഒരു കാലത്ത് വളരെ ആവശ്യമായിരുന്നു നമ്മുടെ സമൂഹത്തിൽ.
കാരണം ഈ പണ്ട് ഈ വളരെ റിച്ചായിട്ടുള്ള ആളുകൾ, അക്കാലത്ത് നമ്പൂതിരിമാരൊക്കെ എന്ന് വിചാരിക്കുക, അവരിങ്ങനെ ദൂരയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കുറേ പണമൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഈ മടിശീല എന്ന് പറഞ്ഞ് തുണിസഞ്ചിയിൽ. അപ്പോൾ ഇവരെയൊക്കെ വീഴ്ത്താനായിട്ട് ഈ സ്ത്രീകൾ നിൽക്കും. സ്ത്രീകളും വളരെ ബുദ്ധിയുള്ളവരാണ്. അവർ ഈ പാല പൂക്കുമ്പോൾ പാലയുടെ അടിയിലൊക്കെയാണ് നിൽക്കുന്നത്. കാരണം ഈ പാലയുടെ സ്മെല്ല് ഈ സെക്സ് ഡ്രൈവിനെ കൂട്ടും. അപ്പോൾ ഇവർക്കറിയാം പാലയുടെ ചുവട്ടിൽ നിന്നാൽ ആ സമയത്ത് ഒരു പുരുഷനെ വീഴ്ത്താൻ എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ നമ്പൂതിരിമാരൊക്കെ പോകുമ്പോൾ ഇവർ ചിരിക്കും, ചുണ്ടാമ്പ് ചോദിക്കും. അപ്പോൾ ഈ സ്ത്രീകളെ കണ്ട് ഈ പാലയുടെ സ്മെല്ലും ഒക്കെ അടിക്കുമ്പോൾ ഇയാൾക്കൊരു കാമ വികാരം ഉണ്ടാകും. അപ്പോൾ ഈ പെണ്ണ് ഇയാളുടെ കയ്യിലൊക്കെ തൊടും. അപ്പോൾ വീട്ടിലേക്ക് ക്ഷണിക്കും. വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആണുങ്ങൾ ഇയാളെ തല്ലിക്കൊന്ന് ഇയാളുടെ മടിശീല എടുക്കും. അപ്പോൾ ഇത് അന്തർജനങ്ങൾ മനസ്സിലാക്കി അവരുണ്ടാക്കിയ കഥയാണ്. ഇങ്ങനെ യക്ഷികൾ പാലയുടെ ചുവട്ടിൽ നിൽക്കും. അവർ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി നിങ്ങളെ കൊന്നു തിന്നും. രാവിലെ നിങ്ങളുടെ ഒരു കരിമ്പനയുടെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ രാവിലെ നിങ്ങളുടെ എല്ലൊക്കെ താഴെ കിടക്കുന്നു. അപ്പോൾ നമ്പൂതിരിമാരിങ്ങനെ യാത്ര പോകുമ്പോൾ അന്തർജനം പറഞ്ഞു ഓർക്കും. അപ്പോൾ പാലയുടെ ചുവട്ടിൽ സ്ത്രീ നിൽക്കുന്നത് കണ്ട് അവർ തിരിഞ്ഞ് ഓടി രക്ഷപ്പെടും. അത് ധൈര്യം കിട്ടാൻ വേണ്ടി, ഇതിൽ വീണു പോകാതിരിക്കാൻ. ഇത് അവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അതോ മരിച്ച ദുഷ്പേര് മാറ്റാൻ വേണ്ടി വേറൊരു കഥ ഇറക്കി? അല്ലല്ല, ഇത് പേടിപ്പിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഈ യക്ഷിമാർ എല്ലാ പ്രേതങ്ങൾക്കും യക്ഷിമാർക്കും ഒക്കെ വെള്ള നിറം കൊടുക്കുന്നത് വെള്ള സാരി അല്ല, പണ്ട് കോട്ടൺ തുണികൾ വെള്ള അല്ലാതെ നിറങ്ങൾക്ക് എന്തെങ്കിലും എനർജിയുമായിട്ട് കണക്ഷൻ ഉണ്ടോ? എല്ലാ നിറങ്ങൾക്കും ഒരേ എനർജി ഇമ്പാക്റ്റ് ആണോ? അല്ല, ചെറിയ വ്യത്യാസം കാണാം. സാർ നേരത്തെ സൈക്കിക് എക്സ്പീരിയൻസിന്റെ കാര്യം മണങ്ങളുടെ കാര്യം പറഞ്ഞു. ഈ സാർ ഇപ്പോഴും പറഞ്ഞു ഈ പാല പൂക്കുന്ന മണമൊക്കെ എപ്പോഴും ഇതുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അതിന് ഏതെങ്കിലും തരത്തിൽ മണത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരു സൈക്കിക് എക്സ്പീരിയൻസ് ജനറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഉദ്ദീപിപ്പിക്കാനോ എന്തെങ്കിലും പറ്റും? തീർച്ചയായിട്ടും. ഈ മണമെന്ന് പറയുന്ന ഒരു കെമിക്കലാണ്. നമ്മൾ ഇപ്പോൾ കഞ്ചാവ് എടുത്താൽ സൈക്കിക് എക്സ്പീരിയൻസ് ഉണ്ടാവും. അതേപോലെ പല സബ്സ്റ്റൻസ് മണത്താൽ തന്നെ സൈക്കിക് എക്സ്പീരിയൻസ് ഉണ്ടാകും, ഹാലൂസിനേഷൻസ് ഉണ്ടാകും. അതൊരു കോൺട്രഡിക്ഷൻ അല്ലേ സാർ? ഈ മണം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഓൾഫാക്ടറി സെൻസസ് അല്ലേ സാർ? നേരത്തെ പറഞ്ഞ സൈക്കഡലിക് എന്ന് പറഞ്ഞാൽ ആ സെൻസസിനെ എല്ലാം കൺട്രോൾ ചെയ്യുമ്പോൾ ഉള്ള വേറൊരു എക്സ്പീരിയൻസ് അല്ലേ ഈ അത് ഈ സൈക്കഡലിക് ഡ്രഗ്സ് ഒക്കെ നമ്മുടെ ഹയർ സെൻറ്റേഴ്സ് ഓഫ് ദ ബ്രെയിനിനെ സപ്രസ് ചെയ്യാണ്. അത് ബ്രെയിൻ ട്രാൻസെൻഡൻസ് ആണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അത് അപ്പോഴും നമ്മൾ നമ്മുടെ ഫിസിക്കൽ ലിമിറ്റേഷൻസിനെ ട്രാൻസെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്രെയിൻ ട്രാൻസെൻഡൻസ് ആണ് സൈക്കിക് എക്സ്പീരിയൻസ്. സാർ, ഈ ഹിപ്നോട്ടിക് ആക്ടിവിറ്റിയെ കുറിച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മുടെ ഒരു സൈക്കിക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്ന് കരുതുക. അയാളുടെ സൈക്കിക് എക്സ്പീരിയൻസ് ഡിറ്റക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് സപ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യാനോ എന്തെങ്കിലും ഹിപ്നോട്ടിക് ആക്ടിവിറ്റിയിലൂടെ സൈക്കോളജിസ്റ്റിന് പറ്റുമോ? ഹിപ്നോസിസ് കൊണ്ട് ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഹിപ്നോസിസ് ഈ സൈക്കിക് എബിലിറ്റി കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും വലുതായിട്ട് പ്രയോജനം ചെയ്യില്ലെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഡ്യൂറിങ് ഹിപ്നോട്ടിസം നിങ്ങളുടെ ബോഡിക്ക് സംഭവിക്കുന്ന മീൻസ് ഫിസിക്കലായ ചേഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല എന്ന് പറയുന്നത് ശരിയാണ്? അതായത് ഹിപ്നോട്ടിസത്തിൽ സംഭവിക്കുന്നത് നമുക്ക് ചില സജഷൻസ് തരികയാണ്. ആ സജഷൻ കൊണ്ട് വേദന തുടങ്ങിയ സംഗതികളെ ഒരതിർത്തി വരെ കൺട്രോൾ ചെയ്യാം. അതായത് ഇപ്പോൾ ഈ അനസ്തേഷ്യയൊക്കെ വരുന്നതിന് മുമ്പ് മൈനർ സർജറിയൊക്കെ ഹിപ്നോസിസിൽ ചെയ്യുമായിരുന്നു. അത് എപ്പോഴാണ് ഫെയിൽ ചെയ്യുന്നതെന്ന് പറയാൻ ഒക്കത്തില്ല. പിന്നെ എല്ലാവരിലും അത് വർക്ക് ചെയ്യത്തുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഹിപ്നോസിസ് അതിനൊന്നും ഉപയോഗിക്കാത്തത്. അപ്പോൾ അനസ്തേഷ്യ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലതും കൂടുതൽ എഫക്റ്റീവ്. ക്രൈം ഇൻവെസ്റ്റിഗേഷനിലൊക്കെ ഹിപ്നോട്ടിസത്തിന്റെ ഒരു സ്കോപ്പ് എത്രയാണ്? കാരണം നമ്മൾ ഈ നെർവ് അനാലിസിസ് ഒക്കെ വളരെ കുറവാണ്. അത് വളരെ ഒരു ഹാർഡൻഡ് ക്രിമിനലിന് ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ടാണ്
ഇങ്ങനെയുള്ള എവിഡൻസ് ഒന്നും ലീഗലായിട്ട് അക്സെപ്റ്റ് ചെയ്യാത്തത്. പോലീസുകാർ അതൊക്കെ ചിലപ്പോൾ ചെയ്ത് നോക്കും, നാർക്കോ അനാലിസിസ്. അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ചില ക്ലൂസൊക്കെ കിട്ടിയെന്ന് വരും, അത്രയേ ഉള്ളൂ. ഈ സജസ്റ്റീവ് ആണല്ലോ ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ, ഞാൻ കൂടെ എഗ്രി ചെയ്താലേ എന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റൂ എന്നാണ്. എന്നില്ല, ചിലപ്പോൾ ഒരാൾ വില്ലിങ് അല്ലെങ്കിലും പറ്റിയെന്ന് വരും, അയാളുടെ ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ പ്രത്യേകിച്ച്. സൈക്കിക്കായ ഒരാളിന് അതിനെ പ്രിവെന്റ് ചെയ്യാനാ, ബ്ലോക്ക് ചെയ്യാനാകും. അല്ല, ഇത് ഹിപ്നോസിസ് ഒരു 75% ഓഫ് ആൾക്കാരിലെ വർക്ക് ചെയ്യുള്ളൂ, അതുകൊണ്ട് 25% വർക്ക് ചെയ്യത്തേ ഇല്ല. അല്ല, എൻ്റെ ക്വസ്റ്റ്യൻ, ഞാനൊരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത ആളാണ്, എന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആൾക്ക് എന്നെ ഹിപ്നോട്ടൈസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ബിക്കോസ് ഐ എം സൈക്കിക്, കാൻ ഐ ബ്ലോക്ക് ഇറ്റ്? അത് സൈക്കിക് ആണോ നിർബന്ധമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ രജസിക് ടെമ്പർമെൻറ്റ് കൂടുതലുള്ള ആളാണെങ്കിലും സ്റ്റെബിലിറ്റി കൂടുതലുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ലതാർജി കൂടുതലുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഇനേർഷ്യ കൂടുതലുള്ള ആളാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഹിപ്നോട്ടൈസ്ഡ് ആയെന്ന് വരാം.